ADHD എന്നത് ഏകദേശം 3.5% മുതിർന്നവരെ ബാധിക്കുന്ന ഒരു നാഡീവികാസ വൈകല്യമാണ്. ഇത് ശ്രദ്ധ, ഹൈപ്പർ ആക്ടിവിറ്റി, ആവേശം എന്നിവയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും കുട്ടിക്കാലം മുതൽ വിദ്യാഭ്യാസത്തെയും സാമൂഹിക ജീവിതത്തെയും ഇത് ബാധിക്കുന്നു. അതിൻ്റെ ഫലങ്ങൾ പ്രായപൂർത്തിയാകുന്നതുവരെ നീണ്ടു നിൽക്കും. ആഗോളതലത്തിൽ ഏകദേശം 55 ലക്ഷം ആളുകളെ ഡിമെൻഷ്യ ബാധിക്കുന്നുണ്ട്. പ്രതിവർഷം ഏകദേശം 10 ദശലക്ഷം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കേസുകളിൽ 60 മുതൽ 70% അൾഷിമേഴ്സ് ആണ്. ADHD ഉള്ള മുതിർന്നവർക്ക് പിന്നീടുള്ള ജീവിതത്തിൽ ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൃത്യമായ ബന്ധം വ്യക്തമല്ല. ജനീവ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസും ജനീവ യൂണിവേഴ്സിറ്റിയും നടത്തിയ ഒരു പഠനത്തിൽ ADHD ബാധിച്ച മുതിർന്നവരുടെ തലച്ചോറിൽ ഡിമെൻഷ്യയിൽ കാണപ്പെടുന്നതിന് സമാനമായ മാറ്റങ്ങൾ കാണിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യമുള്ള വ്യക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ADHD ഉള്ളവരുടെ തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങൾ കൂടുതൽ ഇരുമ്പും അവരുടെ രക്തത്തിൽ ഉയർന്ന അളവിലുള്ള NFL-ഉം കാണപ്പെടുന്നുണ്ട്. അൽഷിമേഴ്സ് പോലുള്ള ഡിമെൻഷ്യയുടെ പ്രാരംഭഘട്ടങ്ങളുമായി സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്ന മാർക്കറുകൾ പിൽക്കാല ജീവിതത്തിൽ ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കൂടുതലായി ADHD-യെ ബന്ധിപ്പിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സംവിധാനത്തിന്റെ പ്രാരംഭ തെളിവുകൾ ഈ ഗവേഷണം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.